ഇന്ന് ടേസ്റ്റായിട്ട് ഒരു തനി നാടൻ ബീഫ് വരട്ടായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ബീഫ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങാതെ ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് ബീഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലിട്ടിട്ട് ഞാനിത് ഇവിടെ 2 വിസിൽ വരുത്തിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതാ കട്ട് ചെയ്തൊക്കെ ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ പീസൊക്കെ നമുക്ക് പച്ചക്ക് കട്ട് ചെയ്യുമ്പോൾ വലിയ പ്രയാസമാണല്ലോ. അപ്പോൾ കട്ടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, തണുത്ത കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വേഗം ഈ നെയ്യൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. വെള്ളം വേറെയും നെയ്യ് വേറെയൊക്കെ ആയിട്ടുണ്ട്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മൾക്കിതിനെ അരിച്ചെടുക്കാം. ഇവിടെ തീരെ നെയ്യ് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഈ നെയ്യ് അധികമൊന്നുമല്ല, ഇതിലിട്ട് കൊടുത്താൽ തന്നെ മതി. നമ്മളതിന് പകരമായിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ചുവന്നുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 3 സവാള ചെറുതായി അരിഞ്ഞത്, ഒരു തക്കാളി, പിന്നെ കറിവേപ്പില, ഉലുവ, ജീരകം, വലിയ ജീരകം, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഒരു 3 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ ഇത്. ഇതിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മാറ്റി വെച്ച വെള്ളം, പിന്നെ വേറെ ഒന്നും നമ്മൾ ഇതിൽ ഒഴിക്കണില്ല. ഈ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ബീഫ് മസാല, അതുപോലെ തന്നെ ഗരം മസാല പൊടി ഒന്നും ഇതിൽ ചേർക്കണില്ല. ആവശ്യമുള്ളതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാമല്ലോ. പിന്നെ കട്ട് ചെയ്യണ ഒരു ഈസി ആയിട്ട് കട്ട് ചെയ്യാന്നുള്ള ഒരു കണ്ടൻറ്റാണ് കേട്ടോ ഞാനും മനസ്സിൽ വിചാരിച്ചത്. അപ്പോൾ അതാ ഒരു 8 വിസിലൊക്കെ വരുത്തിയാൽ നമുക്ക് നല്ല പാകത്തിൽ നമ്മൾ ബീഫൊക്കെ വെന്ത് കിട്ടും. പിന്നെ എന്താ പറയുക, ഇളയതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മളൊരു 4 വിസിലൊക്കെ വരുത്തി ഒന്ന് സിമ്മിലൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ട് വരട്ടിയെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു പൊരിച്ച ലെവലിലൊക്കെ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കട്ടോ. പക്ഷേ നമ്മളതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് വറ്റൽമുളകൊക്കെ പൊടിച്ചെടുക്കാം വറുത്തിട്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതുപോലെ തന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് പൊരിച്ചെടുക്കണമെങ്കിൽ എടുക്കാം. അപ്പോൾ വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ